നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണകുമാർ മകൾ ഒരു സ്ഥാപനം നടത്തിയിരുന്നു. ആ സ്ഥാപനത്തിലുണ്ടായ ഒരു അട്ടിമറി, അതായത് പൈസ മോഷണം, ഇത് നടത്തിയത് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് എന്നൊരു ഭാഗം പറയുന്നു. അതായത് കൃഷ്ണകുമാറും ഫാമിലിയും പറയുന്നു. മറുഭാഗത്തുള്ള 3 സ്ത്രീകളുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു മോഷണം നടത്തിയിട്ടില്ല. ഇത് പലപ്പോഴായി ഞങ്ങളുടെ അതായത് ഈ ഗൂഗിൾ പേയിലെ QR കോഡിൽ ദിയ പറഞ്ഞിട്ട് തന്നെയാണ് അത്തരത്തിൽ ക്യാഷ് കളക്ട് ചെയ്തത്. അത് ദിയയ്ക്ക് തന്നെ ക്യാഷായിട്ട് ഞങ്ങൾ കൊടുക്കുകയായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ പിന്നെ കുറച്ച് ജാതിക്കാർഡൊക്കെ ഇറക്കി. അപ്പം ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഒന്ന്, തെളിവ് സഹിതം കൃഷ്ണകുമാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അവർ മോഷ്ടിച്ചു എന്നുള്ളത് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിടുന്നു. രണ്ടാമത്തത്, ഏതൊരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൊഴിലാളികൾ ഇറക്കുന്ന ജാതി കാർഡ്, ഇതിപ്പം സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അത് പൊളിച്ചെടുക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഒരു സംഘപരിവാർ അല്ലെങ്കിൽ BJP പ്രവർത്തനമാണെന്നും നോക്കാതെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഉടമ എന്നുള്ള രീതി മലയാളികൾ കൂടുതൽ അത് പൊളിച്ചെടുക്കുന്നുണ്ട്. ഈ ജാതി കാർഡ് ഇറക്കുക, അതേപോലെ തന്നെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞിറക്കുക, ഇതൊക്കെ അനാവശ്യമായിട്ട് ഇറക്കുമ്പോൾ ശരിക്കുമുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? വാസ്തവത്തിൽ ഇത് ഷേക്സ്പിയറുടെ ഒരു പ്രധാന കഥാപാത്രം പറയുന്ന പോലെ മച്ച് കുഡ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ടു വശത്തെ സംബന്ധിച്ചും നമുക്ക് ഒരുപാട് പറയാൻ കഴിയും. അപ്പോൾ അവസാനം ഇത് കള്ളി വെളിച്ചത്തായപ്പോഴാണ് ഇതിൻ്റെ സത്യങ്ങളൊക്കെ പുറത്തു വന്ന് തുടങ്ങിയത്. അതിൻ്റെ എൻ്റെ ആദ്യത്തെ ചോദ്യം, ജാതി കാർഡ് കളിക്കുന്നു. ഈ ജാതി വെച്ചിട്ട് അവരെ മുക്കുവ, നീ മുക്കുവത്തി അല്ലേ എന്ന് അമ്മമ്മ ചോദിച്ചെന്നാണ് പറയുന്നത്. സ്ത്രീയുടെ ദിയയല്ല, ദിയയുടെ അമ്മ ചോദിച്ചു എന്നാണ് പരാമർശം. ആയിക്കോട്ടെ, കുടുംബത്തിലെ ആരും ചോദിച്ചാലും അത് തെറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. ജാതി പറയാൻ പാടില്ല. പക്ഷേ ഇതേ ദിയയുടെ അമ്മ ഈഴവയാണ്. അത് ദിയ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഈഴവ, എൻ്റെ അച്ഛൻ നായർ, ഞാൻ കല്യാണം കഴിച്ച ആള് ബ്രാഹ്മിൺസ്. അപ്പൊ ഞാൻ ആരുടെ ജാതി പറയും? അങ്ങനെ ഞാൻ ചോദിക്കണമെങ്കിൽ എനിക്കൊരു ജാതി വേണം. അല്ല, ഇതിന് ജാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഈ ജാതി പറഞ്ഞിട്ടുള്ളപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെയും അവർ തെളിവ് സഹിതം അതിൻ്റെ ഓഡിയോ റെക്കോർഡിങ് കാണിക്കും. ഈ ജാതി വിളിച്ചുള്ളതിൻ്റെ എന്താണ് മിസ് ചെയ്യുന്നത്? അവിടെ അവർ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നത്, സ്വാഭാവികമായിട്ടും ഈ കേസ് ബലപ്പെടുത്താൻ വേണ്ടി ജാതി കാർഡ് കൂടെ ചേർത്ത്, കേസ് മാത്രമല്ല ജനപിന്തുണയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ജാതി കാർഡ് അവിടെ പറയുന്നുണ്ട്. നിന്റെ പിണറായിയുടെ ഇത് കൈ വെച്ചിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വ്യാഖ്യാനമാണ്. ഇവരുടെ തെറ്റായിരിക്കില്ലത്. ഇവർ വക്കീലിനെ സമീപിച്ചിട്ടുണ്ട്. ആ വക്കീൽ ഈ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയും ഇവരുടെ പിന്തുണ, സപ്പോർട്ട് കൂട്ടാൻ വേണ്ടി, അതൊരു നിർണായകമായ കാര്യമാണല്ലോ, അത് കൂട്ടാൻ വേണ്ടിയിട്ടും കൂടി ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ലീഗൽ അഡ്വൈസ് ആയിരിക്കണം അതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് മൈക്കുകളും ക്യാമറകളും എല്ലാം കൂടെ അവിടെ വന്ന് നിരന്നുകൂടി നിൽക്കുന്നു. നമ്മൾ ഇന്നലെ വരെ കേട്ടിട്ടില്ലാത്ത പേരുകൾ. അതേസമയം കൃഷ്ണകുമാർ സിനിമയിലെ, സീരിയലുകളിലെ, രാഷ്ട്രീയത്തിലും എത്രയോ ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൊടുത്ത കേസിനെ പറ്റി യാതൊരു വിവരവും ഒരു പത്രക്കാരനും ഒരു ക്യാമറമാനും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനെ തുടർന്നൊരു കൗണ്ടറായിട്ട് പോയി എടുത്തതാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇത് വരുന്ന, ആരാണ് ആദ്യം കേസ് കൊടുത്തത്? ഇത് ഈസി ആയിട്ട് അറിയാം. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലല്ലേ? പേരൂർക്കട പോലീസ് സ്റ്റേഷൻ്റെ അതിൻ്റെ റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് കേസ് ആരാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ മച്ച് കുഡ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത് 100% സത്യമാണ്. കാരണം ഇവരൊരു ഷോഡി ഡീലാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ഷോഡി ഡീൽ എന്ന് പറയുമ്പോൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ടാക്സ് ഈടാക്കപ്പെടും. ആ ടാക്സ് ഒഴിവാക്കിക്കൊണ്ട് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ പലരും പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് പണം കിട്ടുക, ഞാനിപ്പോൾ അത് രഞ്ജിനിയുടെ അക്കൗണ്ടിലോട്ട് അങ്ങ് ഇടുക, അപ്പോൾ എനിക്ക് ടാക്സ് വരത്തില്ല. എൻ്റെ അക്കൗണ്ട് അവിടെ സേഫാണ്, അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യത്തില്ല. രഞ്ജിനിക്ക് ആ പിന്നെ വരുമാനം ഒരു വമ്പൻ ഇതിപ്പോൾ നമുക്കറിയാം, ലേഡീസിൻ്റെയൊക്കെ ഇമിറ്റേഷൻ ഇത്, അതായത് സ്വർണ്ണമല്ല, ഒരു ഓൾഡ് ഗോൾഡ് ടൈപ്പ് ആഭരണങ്ങൾ, മെറ്റൽസ് ടൈപ്പ് ആഭരണങ്ങളൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നു ആ ഷോപ്പിലുണ്ടായിരുന്നു. അതിനൊരു വലിയ, ഇപ്പം അവർ തന്നെ അത് പറയുന്നുണ്ട്, ഞങ്ങൾക്കത് വലിയ ബിസിനസ്സോ അങ്ങനെ വലിയ ഇതൊന്നും അല്ല. എന്നാലും ഈ ഒരു വർഷമായിട്ട്, ഒരു പക്ഷേ ദിയ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, ആ സമയത്തൊന്നും ഷോപ്പിൽ പോകാതിരിക്കുമ്പോൾ ഡെയിലി കുറച്ച് ഇവരുടെ ഷോപ്പിൽ കുറേ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി, ഇവരുടെ ആഭരണങ്ങൾക്ക് കുറേ ഡിമാൻഡ് വെക്കാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ കുറച്ച് വലിച്ചാണ് ഇത്രയും ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ബിസിനസ്സിൽ അധികം ഒരു ലാഭം, ഒരു വൻ കോടികളുടെ ലാഭം, ലക്ഷങ്ങളുടെ വെട്ടിപ്പൊന്നും ഇല്ല. ഒരു പക്ഷേ ഈ പറഞ്ഞോണം ചെറിയ ടാക്സോ ചെറിയ രീതി, ഇനി മറ്റെന്തെങ്കിലും ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണ് ഇവർക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.
അതുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ സാറ് പറഞ്ഞോണം ടാക്സ് വെട്ടിപ്പ് വരാൻ സാധ്യത. പക്ഷെ അതെന്തായാലും നമ്മൾ ഒരു അതൊന്ന് അനലൈസ് ചെയ്യാം. അതായത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടികൾ എങ്ങനെ പൈസ തട്ടിയെടുത്തു? ഗൂഗിൾ വഴി പോകുന്ന പേയ്മെന്റ് ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല. ഈ ഫോണ് ഇങ്ങനെ അത് CCTVക്കകത്തുണ്ട്. ഒരു ഗൂഗിൾ പേയുടെ QR കോഡ് അവര് ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്വൈപ്പ് ചെയ്യുന്ന കാർഡ് മെഷീനും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഒരു നമ്മൾ ഏതൊരു ഷോപ്പിൽ ചെന്നാൽ ഈ രണ്ട് സംഗതികൾ കാണും. അല്ലാത്തവര് നേരിട്ട് ക്യാഷ് കൊടുക്കും. അപ്പൊ ഇത് രണ്ടും ഉപയോഗിക്കാതെ വരുന്ന കസ്റ്റമറേയും കൊണ്ട് ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഗൂഗിൾ പേയുടെ QR കോഡ് കാണിച്ചു കൊടുത്താൽ അതിൽ ഇത് ചെയ്യണം. അപ്പൊ പല സമയത്തും CCTV ഓഫ് ചെയ്തിട്ട് അതെല്ലാം പവർ ഓഫ് എന്നാണ്, പവർ കട്ടായി, ലൈറ്റ് കറണ്ട് കട്ടായി, അപ്പോൾ വലിയ വലിയ എമൗണ്ടിന് അപ്പോൾ CCTV കാണുന്നില്ല. അപ്പോൾ ഇതിലൂടെ കസ്റ്റമർ ഇത് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമർ പലരും DA വിളിച്ച് മിക്കവാറും ഇവിടെ കറണ്ട് ഇല്ലല്ലോ, ഇലക്ട്രിസിറ്റി മിക്കവാറും പോകുന്നുണ്ടല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വലിയ പർച്ചേസിങ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും, പതുക്കെ ഒരാൾ പോയി പവർ ഓഫ് ചെയ്തിടുക, എന്നിട്ട് ഇത് QR-ന്റെ ഇത് കാണിച്ചു കൊടുക്കുക, അവരതിനകത്ത് സ്കാൻ ചെയ്യുന്നു, ക്യാഷ് കിട്ടുന്നു, പോകുന്നു. ഇത് 3 പേരും ഹൈലി കൺവിൻസിങ്. ഇപ്പം രഞ്ജിനി പറഞ്ഞ വാദം ഹൈലി കൺവിൻസിങ്. ഇത് സാധ്യമാണ്. ഈ സാധ്യമാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മാം മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കറണ്ട് പോയിരിക്കുന്നു, അവർക്ക് പവർ ഓഫ് ആയിരിക്കുന്നു, അവരുടെ സെർവർ പോയിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ വേറൊരു സോഴ്സ് കാണിച്ചു തന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു സോഴ്സ് വേറെ വേണ്ട, നമ്മുടെ ഒറിജിനൽ സോഴ്സ് മതി, ഇല്ലെങ്കിൽ ഞാൻ ക്യാഷ് ആയിട്ട് തന്നോളാം, ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് അത് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് വേറൊരു പേരാണല്ലോ കാണിക്കുന്നത്. QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, ഗൂഗിൾ പേ സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ പേര് വരുമ്പോൾ ചോദിക്കുക. അത് കുഴപ്പമില്ല, അക്കൗണ്ടന്റിന്റെ പേരാണ്, അത് മറ്റേത് വർക്കിംഗ് അല്ല, ഇങ്ങനെ പല എക്സ്ക്യൂസുകൾ പലരും അങ്ങനെ സാധാരണക്കാർക്ക് ഇതിനെ കുറിച്ച് വലിയ, കാരണം ഈ റോഡ് കോഡ് ആണല്ലോ വാങ്ങിക്കുന്നത്, അവർക്കൊന്നും വലിയ പരിജ്ഞാനമൊന്നും കാണില്ല. എനിക്ക് സംശയം പിന്നെയും നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു കാര്യം, ഇപ്പോൾ 1 വർഷമായിട്ട് ഇത്ര കള്ളത്തരം കാണിച്ചിട്ട് ഒരു സ്ഥാപനത്തിന്റെ ഉടമയല്ലേ, മാസം അവസാനമൊക്കെ ആകുമ്പോൾ നമ്മളൊരു ക്യാഷ് ചെക്കിങ്ങും ക്രോസ് ചെക്കിങ്ങും ഒക്കെ നടത്തുമല്ലോ. അതെന്തുകൊണ്ട് നടത്തിപ്പം മനസ്സിലായില്ലേ ഇത്തരത്തിൽ മോഷണം പോകുന്നു എന്നുള്ള? അപ്പൊ ഇത്രയും ലക്ഷം രൂപ ഇങ്ങനെ കുറേശ്ശെ മോഷ്ടിച്ചത് നമ്മൾക്ക് 1 മാസം 2 മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ക്രമക്കേടുകൾ നടക്കുന്നോ. അതുമല്ല സ്റ്റോക്കിന്റെ ക്ലിയറൻസ്, സ്റ്റോക്ക് എത്രമാത്രം ഡിഡക്റ്റ് ചെയ്തു, അപ്പൊ ഇതിന്റെ വില എന്ത് ചെയ്യും. നമുക്ക് ഇതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് അവർ കമ്പ്യൂട്ടർ ബില്ലാണോ എന്നുള്ളത് അറിയില്ല. കമ്പ്യൂട്ടർ ബില്ലാണെങ്കിൽ ഓരോ സ്റ്റോക്ക് എടുക്കുമ്പോഴും അതിന്റെ പർച്ചേസിങ് ഇതും സെയിൽസ് ഇതും കൂടെ കാണിക്കുമ്പോൾ അറിയാം എത്ര എണ്ണം പോയിട്ടുണ്ട്, എത്ര എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അവർക്ക് ഒരു കണക്കുകളില്ലാത്ത രീതിയിലായിരുന്നു അവർ കച്ചവടം ചെയ്തത്. അത് ബിസിനസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. നമ്മളിത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയിട്ട് നമ്മൾ പോയി വിശ്രമം എടുക്കുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം അവർ ഫെയ്ത്ത്ഫുൾ ആണോ എന്നറിയുക. ഇത് നമുക്കറിയാൻ പറ്റും, അവരുമായിട്ടുള്ള സംസർഗം കൊണ്ട് നമുക്കറിയാൻ പറ്റും ഒരാൾ ഫെയ്ത്ത്ഫുൾ ആണോ ഇല്ലയെന്ന്. കുറഞ്ഞ കാലത്തെ സംസർഗം കൊണ്ട് 99% അറിയാം. അതവർ നോച്ചരിച്ചിട്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് അവർ തിരിച്ചറിയണമായിരുന്നു. ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രണ്ടാമത് അല്ലെങ്കിൽ അതിന് പോകുമ്പോഴുണ്ട്, അതിനൊരു സൂപ്പർവൈസിങ് സംവിധാനം വേണം. അല്ലാതെ ആരെങ്കിലും 3 പെൺപിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പോവുക എന്ന് പറയുന്നത് മണ്ടൻ ബിസിനസ്, അതങ്ങനെയുള്ളൊരു ബിസിനസ് ചെയ്യാൻ യോഗ്യരല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇത് യാതൊന്നുമില്ല. CCTV വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനുള്ള കഴിവ് ഈ പെൺപിള്ളേർക്കുണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം അത്. മൂന്നാമത്തെ കാര്യം, ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ 3 പെൺകുട്ടികളും വളരെ വാക്ചാതുര്യോടുകൂടി നല്ല ആങ്കർമാരാവാൻ പറ്റി. നമ്മുടെ ഏറ്റവും വലിയ തന്നെ ഞെട്ടിയെന്നാ പറയുന്നത്, ഈ ഒന്നും മിണ്ടാത്ത പെൺകുട്ടികൾ മിണ്ടാപ്പൂച്ചകള് എന്തായാലും ഇത് മോഷണം നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്, കൺഫേം ആണത്. അപ്പൊ ഈ മോഷണം നടന്നതുകൊണ്ടാണല്ലോ അവർ ഈ ജാതി കാർഡും അല്ലാത്ത കാർഡും ഒക്കെ എടുത്ത് വെളിയിലിടുന്നത്. മോഷണം നടന്നിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ ഇവർക്കുണ്ട്. അപ്പൊ ഇവർ ദിയക്ക് ക്യാഷ് കൊടുത്തു, ക്യാഷ് ആയിട്ട് കൈ കൊടുത്തു. അങ്ങനെയെങ്കിൽ ദിയ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെയാണ് ATM കൗണ്ടർ, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് വിഡ്രോ ചെയ്തത്? അന്നെന്നുള്ളത് അന്നു കൊടുക്കുമെന്നില്ലേ പറയുന്നത്. അപ്പൊ അന്നു ക്യാഷ് വിഡ്രോ ചെയ്തതിന്റെ ഇതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. അപ്പൊ ഇതൊക്കെ കാണിക്കുമ്പോൾ പൊതുവെ ഇതെന്താണ് നമുക്ക് മനസ്സിലാവും, മോഷണമാണ്, അത് തെളിയിക്കാനുള്ള മാർഗമുണ്ട്. എൻ്റെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാടാത്ത വീണയും പാടും എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇങ്ങനൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കള്ളം കാണിക്കാത്ത, പണം മോഷ്ടിക്കാത്ത ആളുകൾ പോലും മോഷ്ടിച്ചു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, ആരും ചെക്ക് ചെയ്യാനില്ല. ചിന്തിക്കുന്നത് ഈ അദാനിയായാലും അംബാനിയായാലും യൂസഫ് അലി
ഇവരുടെയൊക്കെ എത്രയോ വലിയ വലിയ സ്ഥാപനങ്ങൾ, സ്റ്റാഫുകൾ തന്നെയാണ് ഓരോ ബ്രാഞ്ചസ്, ഓരോ സ്ഥാപനങ്ങളും നയിക്കുന്നത്. ആ മാനേജേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരാണ്. അപ്പൊ അവിടെ എന്തെല്ലാം കള്ളത്തരം, അവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ അത് കൃത്യമായി ബിസിനസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തതിന്റെ. പക്ഷെ നടക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ് നടക്കുന്നത്. ഒരു പക്ഷെ വിശ്വാസമായിരിക്കാം. ചെറിയ സ്ഥാപനമല്ലേ, 2-3 പേര് വർഷങ്ങളായി, ഇപ്പൊ ദിയ പറയുന്ന വർഷങ്ങളായി ഇരിക്കുന്ന പെൺകുട്ടി ഇതിൽ നിന്ന് എന്ത് മോഷണം പോകാന്. ഇപ്പൊ ഒരു ചിലപ്പോൾ അങ്ങനെയും വിശ്വാസത്തിന്റെ പുറത്തും വന്നതായിരിക്കാം. എനിക്ക് അദാനി അംബാനിയുടെ ഒന്നും അറിയില്ല, അതിൻ്റെ മാനേജ്മെൻറ്റ് പാറ്റേൺ അറിയില്ല. പക്ഷേ ലുലുവിൻ്റെ ഞാൻ പറയാം. ലുലുവിൻ്റെ അവർ മാനേജർമാരായിട്ട് ഒരുപാട് പേര് എടുക്കും, അസിസ്റ്റൻറ്റ് മാനേജർമാർ. അതിൽ ചില ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ യൂസുഫ് അലിയുടെ തന്നെ ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ യൂസുഫ് അലിയോട് നേരിട്ട് വന്ന് പറയാൻ വേണ്ടി എടുക്കുന്ന സ്പൈസാണ് അവരെല്ലാം. അങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. കാരണം ഏറ്റവും നമ്മൾ ഈ പറയുന്ന ഏറ്റവും വലിയ സുതാര്യമായിട്ടുള്ള ടെക്നോളജിയിൽ കൂടിയും നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ ഒരാൾ കള്ളനാണെങ്കിൽ, അവൻ വിശ്വാസ്യത ഇല്ലാത്തവനാണെങ്കിൽ അവൻ കള്ളം കാണിച്ചിരിക്കും. അവൻ ജനറ്റിക്കലായിട്ടുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് സർക്കംസ്റ്റാൻഷ്യലായിട്ടുണ്ടാകും. എല്ലാ സാധനവും എഴുതി നമുക്കെന്നാൽ കുറച്ച് പൈസ, നമുക്കൊന്നുമില്ലല്ലോ, അവർക്ക് ഇത്ര ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ നോക്കിയാലോ എന്ന് അവർ മൂന്നും കൂടെ ആസൂത്രണം ചെയ്ത് വരാൻ. ഇതിൽ 2 തരത്തിലുണ്ട് സാർ. ഒന്ന്, ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളുടെ ഒരു ചെറിയ രാഷ്ട്രീയ നീക്കമാണ് ഇത് കൃഷ്ണകുമാറിനെതിരെ ഇത്രയും വിവാദം ഉണ്ടാവാൻ കാരണം അദ്ദേഹം BJP നിൽക്കുന്നു. ആ ഒരു രീതിയിൽ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഇവരെ ഈ 3 സ്ത്രീകളെ വല്ലാണ്ട് എടുത്തങ്ങ് നിരത്തി വെച്ചു. അവരുടെ ഭാഗത്ത് എന്തോ ജാതിക്കാരുടെ ഇറക്കി അങ്ങനെ മുക്കുവത്തി എന്ന് വിളിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഭയങ്കര കൊലവിളി നടത്തി ഇവരെയും. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത സാറിൻ്റെ പറയാനിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഇനി എങ്ങനെ ഈ ഓണേഴ്സ് വിശ്വസിച്ച് ഒരു സ്റ്റാഫിനെ എടുക്കും? ഇത്തരത്തിൽ ജാതിക്കാരുടെ ഇറക്കി മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഇവർക്ക് കൂട്ടു നിൽക്കുമ്പോൾ പോലീസ് ഉൾപ്പെടെ കൂട്ടു നിന്നു എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നു. പേയ്മെന്റ്സ് ഓൺലി ടു സച്ച് ആൻഡ് സച്ച് നമ്പർ. ഒരു കമ്പ്യൂട്ടറിൽ ഒരു പോസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പൈസ വല്ലതും വേണോ, അവിടെ വലുതായിട്ട് എഴുതി വയ്ക്കുക. പേയ്മെൻറ്റ്സ് ഓൺലി ടു പറഞ്ഞില്ലേ, ഏതാണ് നമ്മുടെ കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ ഇത് ഓൺലി ടു ദിസ് സോഴ്സ്. ദി ഓണർ വിൽ നോട്ട് ബി അക്കൗണ്ടബിൾ ഫോർ എനി അതർ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ എനി അതർ നമ്പർ. സിമ്പിളായിട്ട് ഈ ഒരു തലവേദന നമുക്കുണ്ടാക്കാതെയും പോലീസിനുണ്ടാക്കാതെയും പരിഹരിക്കാൻ കഴിയുമായിരുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞു, അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല. എന്തായാലും ഇതുമൂലം കൃഷ്ണകുമാറിന്റെ ഈ ഒരു സംഭവം മൂലം ഈ കുറച്ചുകൂടി ജാഗരൂകരായിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളിലെ ഉടമകൾ നിൽക്കുമായിരിക്കും അല്ലേ? നിൽക്കുമായിരിക്കും. പക്ഷേ ജാതി കാർഡും ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കാനും ഒക്കെയുള്ള ശ്രമം കൂടെ രാഷ്ട്രീയം കൂടെ ഇത്തരത്തിലുണ്ട്. ഇനിയിപ്പോ ഒരു സ്റ്റാഫിനാണ് ഇത്തരത്തിൽ ഒരു ഓണറിന്റെ ഇന്ന് അല്ലെ സ്ഥാപന ഉടമയുടെ ഇന്ന് നേരിടുന്നെങ്കിൽ ഇവർക്ക് ഇത്തരത്തിൽ ഇനി പോകുമ്പോൾ ആരെങ്കിലും ഇത് അംഗീകരിക്കും? അതെ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു കാര്യം, ഇത്രയും ജാതിയൊക്കെ പറഞ്ഞിട്ടും അവരെന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ആ സമയത്ത് തന്നെ പിരിഞ്ഞു പോയില്ല, ഒരു രാഷ്ട്രീയ പ്രശ്നമായില്ല, ആയുധമാക്കിയില്ല. ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ചെയ്തു പറയുന്നത്. അതെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുടെ ചുറുചുറുക്കുള്ള വർത്തമാനങ്ങൾ സാധാരണ ഇരകളാണെങ്കിൽ അത് കരഞ്ഞുകൊണ്ടൊക്കെ അല്ലേ പറയാറുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നല്ല ചുണയായിട്ട് കരഞ്ഞിരിക്കുന്ന വീഡിയോ ക്ലിപ്പ് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു. അയ്യോ, അപ്പോൾ അവർ സീരിയലിലും കൊള്ളാം. ഞാൻ അങ്ങനെ കളിയാക്കി പറയാമല്ലോ. ഞാൻ അവരെ അഭിനന്ദിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല അഭിനയമുണ്ട്, നല്ല വക്കീലന്മാരാവാൻ കൊള്ളും. നല്ല പത്രക്കാരെന്ന് പറഞ്ഞാൽ കൊലകൊമ്പൻ പത്രക്കാർക്ക് കുറുക്കി കൊള്ളുന്ന ഉത്തരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന നല്ല ആങ്കർ, നമ്മുടെ പല ആങ്കർമാരെക്കാളും ഭേദമാണ്. അവരെന്തായാലും കഴിവുള്ളവരാണ്, ഞാൻ അവരെ അഭിനന്ദിക്കുക. അതെ, ആ കഴിവുകളെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ മോഷണമാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്കാലത്തേക്കും നിങ്ങളുടെ ദുഷ്പേര് കുടുംബത്തിനും മക്കൾക്കും എല്ലാം ദുഷ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ആ നാവ് നന്നായിരിക്കട്ടെ, പൊന്നായിത്തീരട്ടെ.